MIT Musa, 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 MIT Musa. അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ വാങ്ങാൻ ഒരു 2000 ഉറുപ്പ്യ. കേടായ വീട്ടു സാധനങ്ങൾ നന്നാക്കാൻ ഒരു 2000 ഉറുപ്പ്യ വേണ്ടി വരും. കിടക്കവിരിയും തലാണി 2 നൈറ്റിയും എല്ലാം കൂടി 2000. അന്നപ്പോൾ എത്രയായി? 0000 2 3 4 5 6 6000 ഉറുപ്പ്യ. സുക്കൂറിൻ്റെ പൊരേ കൂടലിന് അൽമാർക്കി ഇപ്പം എത്ര ആവേണ്ടി വരും? നല്ല 2 ഗ്ലാസിൻ്റെ 2 എണ്ണത്തിനാണെങ്കിൽ ഒരു 4000. പെങ്ങൾ കൊടുക്കണല്ലേ, നല്ല തന്നെ ആയിക്കോട്ടെ. 4000. ആറ് പടല്ലേ നിന്ന് 7 8 9 10. അല്ലോ, എല്ലാം കൂടി 10000 ആയല്ലോ. അന്നപ്പോൾ റിസ്വാനോ റസിയയും പറഞ്ഞ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങൂ? കാത്ത് കിട്ടിയൊരു ചിട്ടിക്കാശ, അതുപോലെ ഒരു അത്യാവശ്യത്തിന് തികയണില്ല. ആ വാർത്ത വായിച്ചിട്ട് മുഴുവനാക്കട്ടെ പാത്തുവോ. വല്ലാത്തൊരു ഉപകാരം ചെയ്തിട്ടാ ഓൻ പോയത്. ഏതോനി എന്തുപകാരോ? നാട്ടിലൊരു സ്കൂൾ കുട്ടിക്ക് കിഡ്നി മാറ്റിവെക്കാൻ 4 ലക്ഷം ഉറുപ്പ്യ വേണം. ഈ കോട്ടയത്തുകാരൻ ബിനോയി ഒരു പരോപകാരിയാണ്. ഓൻ നാട്ടുകാരെയും കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പൈസ പിരിപ്പിച്ച്. അതിനിടയിൽ ഓനൊരു അപകടം പറ്റി. എന്നിട്ട് ഓൻ്റെ കിഡ്നി തന്നെ ആ ചെറിയ കുട്ടിക്ക് വെച്ച് പിടിപ്പിച്ച്. ആ മോനെ സഹായിക്കാൻ ഓടി നടക്കുമ്പോൾ ഓൻ അറിഞ്ഞിട്ടുണ്ടാവുമോ അവസാനം ഓൻ്റെ തന്നെയാണ് ഉപയോഗിക്കണതെന്ന്? വല്ലാത്തൊരു പരോപകാരം തന്നെയാണ്. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച വലിയൊരു മനുഷ്യൻ. എന്നിട്ട് പത്രക്കാരോൻ്റെ ഫോട്ടോ കൊടുത്തുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ. കണ്ണി കണ്ട കള്ളന്മാരെയും പിടിച്ചറിക്കാരെയൊക്കെ ഫോട്ടോ വലുതാക്കി കൊടുത്തോളൂ. നിങ്ങൾ രാവിലെ തന്നെ പരോപകാരികളെ കണക്കെടുക്കുക. ചത്തു ഏറ്റിങ്ങളെ ഞാനൊരു കണക്കൂട്ട് നിങ്ങൾ കാണില്ലേ? അനക്ക് വല്ല ചക്ക കണക്കും കൂട്ടാണ്ടാവും. അതിന് ഞമ്മക്കെന്താ കാര്യം? ചക്കക്കണക്കല്ല, ചിട്ടിക്കണക്ക്. ചിട്ടി കിട്ടിയ 10000 ഉറുപ്പ്യ ചെലവാക്കണ്ട എങ്ങനെയാണെന്നുള്ള എന്റെ കണക്ക്. ആ ചിട്ടിക്കാശോണ്ട് അനക്കെന്താ ആവശ്യമുള്ളത്? ആവശ്യങ്ങള് ഇതൊക്കെ ഒരു ആവശ്യമാണ് പാത്തുവോ? ഒരാവശ്യമല്ല, ഒരുപാട് ആവശ്യങ്ങള്. പക്ഷെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ല. ചിട്ടിക്കായി മുഴുവൻ ചെലവായി പോയി. അതെങ്ങനെ ചെലവായി പോയത്? ഞമ്മളെ കൈമലക്കായി മറ്റാർക്കും കൊടുക്കുമ്പോഴാണ് ചെലവായി പോവല്. മനസ്സിലായോ? നിങ്ങളുടെ മക്കാറക്ക് ചിട്ടി പൈസ എങ്ങനെ ചെലവാക്കി നാണിക്കറിയേണ്ടത്. അത് ഏടാ, എങ്ങനെ, എത്ര ഉറുപ്പ്യ ചെലവാക്കി? കിട്ടിയത് 10000, ചെലവായത് 10000. മിച്ചം വട്ടപ്പൂച്ച. ആർക്കങ്ങൾ പൈസ കൊടുത്തേ? കൃത്യമായി കണക്കൊക്കെ ഞമ്മളെ കൈമലുണ്ട്. കാണിക്ക്. നമ്മളെ മുതിരക്കാരെ ശാരദയടുത്തിന്റെ മോളെ കല്യാണം. കെട്ടിയമില്ലാണ്ട് ശാരദയടുത്തി കഷ്ടപ്പെട്ട് പോറ്റി കുട്ടിയാ. പൊന്നും മണ്ടവും വാങ്ങാൻ ഒരുപാട് കായ് ചെലവുണ്ടാവും. അവിടെ കൊടുത്ത് 2000. അങ്ങനെ ആ പോയി കിട്ടി. അങ്ങനെ എനിക്കിപ്പോ പാത്രങ്ങൾ വാങ്ങാൻ പറ്റൂല. അപ്പുറത്തെ പുരയിലെ മാധവേട്ടന്റെ കുട്ടികള് ചോരുന്ന പുരയിലാണ് ഇമ്മ ഇക്കാലത്ത് താമസം. ആടെ ഓടിടാൻ കൊടുത്ത് 2000. അന്നപ്പോ കേടായ വീട്ടു സാധനങ്ങൾ ഈ കൊല്ലം നന്നാക്കാണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നേ. ഔസേപ്പേട്ടന് ഇപ്പോഴും സുഖമായിട്ടില്ല. ഒരുപാട് ചികിത്സിച്ച് ഇപ്പോഴും ആ കിടപ്പ് തന്നെയാ. ചികിത്സിച്ച് ആ പെരക്കാരാകെ കടത്തിലായി. മൂപ്പരെ കരച്ചിൽ കേട്ട് സഹിക്കാൻ പറ്റില്ല. ആടെയും കൊടുത്തു ഉറുപ്പ്യ 2000. കിടക്ക വിരിയും തലാണി പിന്നെന്തേ താണി നൈറ്റു അതൊക്കെ കൊല്ലാട് പോയി കിട്ടി ല്ലേ. പിന്നെ ആ മേപ്പുറത്തെ സമീറിന്റെ ചെക്കനെ പഠിക്കാൻ മിടുക്കനാ. പെരയിലാണെങ്കിൽ 5 പൈസന്റെ വരുമാനമില്ല. ഓൻ വണ്ടിമെന്ന് വീണ പിന്നെ ആ പെരയിൽ കഷ്ടപ്പാടാ. ആ ചെക്കന് ഫീസ് അടിക്കാനുള്ള വകയിൽ കൊടുത്തൊരു 4000.
സുക്കൂറിന്റെ പൊരയെ കൂടലിന് അലമാര പോയിട്ട് 1 കിലോ അരി പോലും എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാനാവില്ലല്ലോ പഠിച്ചോനെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണുമ്പോ നമ്മളതൊക്കെ അനാവശ്യമാണ് തോന്നും പാത്തു. നിങ്ങൾ നയിച്ചുണ്ടാക്കുന്ന പൈസ മുഴുമേ ബാക്കിയുള്ളവർക്ക് കൊണ്ട് കൊണ്ടുപോയി തീറ്റിച്ചോളി. ഈ പൊരയിൽ 3 ആൾക്കാർ കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു വിചാരവും വേണ്ട. പരാധീനതകളും പ്രാരാബ്ദങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്ന എല്ലാവർക്കും ആർക്കും ഒരു കൊടുത്തോളി. നീ വരെ എന്തെങ്കിലും ഒരു ഉപകാരം കോൽക്കൊണ്ട് തിരിച്ചു കിട്ടിക്കേ. എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന കരുതിയിട്ടാണോ പാത്തോ നമ്മൾ അങ്ങോട്ട് ചെയ്യല്? പിന്നെ നമ്മൾ 5ാം ക്ലാസ് പഠിച്ചൊരു പദ്യം നമുക്ക് ഓർമ്മ വരിക. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. അല്ല, ഈ ഇറുപ്പവൻ ഹനിപ്പവൻ ഇതെല്ലാം കൂടി എത്ര പവൻ വരൂ? ഓന്റെ പാത്തോ, പൊന്നിന്റെ പവന്റെ കാര്യമൊന്നല്ല പദ്യത്ത് പറഞ്ഞേ. പിന്നെന്തേ അതിന്റെ അർത്ഥം? പൊട്ടിക്കുന്നോനും ആ പൂവ് അതിന്റെ മണം കൊടുക്കുന്നില്ലേ? വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും മരം ആ വെട്ടുന്നോന് തണല് കൊടുക്കുന്നില്ലേ? കൊല്ലാൻ വന്ന ബേടന് മുന്നിലും കിളി പാട്ടുപാടുന്നില്ലേ? അങ്ങനെ പ്രപഞ്ചം മുഴുവനും പരോപകാര പ്രവണത നിറഞ്ഞതാ. മനുഷ്യന്മാരും അങ്ങനെ തന്നെ ആവണോ? എന്നാലേ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. കിട്ടി ഉറുപ്പ്യ 10,000 കളഞ്ഞിട്ട് 5ാം ക്ലാസ്സിലെ പാട്ടും പാടി നടന്നോളി. ഒരു കൊള്ളാത്ത മനുഷ്യൻ. സുക്കൂറിന്റെ വീട്ടിൽ കൂടെ ഞാൻ ഇത് പറയും. ഒരു ഇത്തിരി മയള്ളതിനെ കെട്ടീനെങ്കിൽ ആണെങ്കിൽ ഞമ്മൾ ആലിക്കോയ നിങ്ങളെ പോലുള്ളവരുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു പാവം മൂസാനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നു. എങ്ങനെയാ കേൾക്കാണ്ടിരിക്കുക? ചോദിച്ചാ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളല്ലേ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ചങ്ക വേണ്ടേ? ഇങ്ങളെ ചങ്ക് കിട്ടിയിട്ട് ഞമ്മക്ക് എന്താന്ന് കാര്യോ? ഞമ്മക്ക് 4 പെൺകുട്ടികളാ, 2 കെട്ടിച്ചയച്ച്, ഇനി 2 കൂടി ബാക്കിയുണ്ട്. വലിയ കഷ്ടപ്പാടാ. കടം വന്ന് കുന്നുകൂടി കിടക്കുക. നിങ്ങൾ സഹായിക്കാണ്ട് ഞമ്മക്ക് ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല. അല്ല, നിങ്ങളെ കടം തീർക്കാൻ നമ്മളെന്താ കാട്ടുക? നമ്മളെന്നെ ആകെ കടത്തിൽ മുങ്ങി കിടക്കുക. നിങ്ങൾ എത്തിര കടത്തിൽ മുങ്ങിയാലും സഹായിക്കാണ്ടിരിക്കൂലെന്ന് ഞമ്മക്കറിയാം. ഈ ദുനിയാവില് മനുഷ്യത്വം ബാക്കിയായ ഒരൊറ്റ ആള് നിങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളോട് ആരെ പറഞ്ഞേ? അല്ല, ആരും പറഞ്ഞിട്ടില്ല. കാര്യം നടക്കാൻ ഞമ്മൾ ഇച്ചിരി പൊക്കി പറഞ്ഞതാ. അങ്ങനെ വല്ലാണ്ട് പൊക്കി പറഞ്ഞിട്ട് നമ്മളടുത്ത് കാര്യം നടക്കും നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ഞമ്മളെ കണ്ണടന്നതിന് മുമ്പ് 2 പെൺകുട്ടികളെയും കൂടി കെട്ടിച്ചയക്കണം. മൂസ മീനും കൊണ്ട് പോകുമ്പോ ഇന്റെ 2 പെൺകുട്ടികളും ചൂണ്ടി പറയും, മൂസാക്ക പോന്ന്. എന്തിനാ? ഓലിക്കറിയാ ആ പോന്ന ഓലെ രക്ഷകനാണ്. നമ്മളെങ്ങനെയാ നിങ്ങളെ പെൺകുട്ടികളെ രക്ഷകനാവുന്നത്? സുമനസ്സുള്ളവരുടെ കാരുണ്യം കൊണ്ടല്ലേ മൂസ ഈ ദുനിയാവിലെ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു പോകുന്നത്. നിങ്ങളെ പെൺകുട്ടികളെ നിക്കാഹ് കഴിപ്പിച്ചയക്കാനുള്ള കായൊന്നും നമ്മളെ കൈമിലില്ല. ഉണ്ടാവില്ല, അതും ഞമ്മക്കറിയാം. എന്നാലും തന്നാലാവുന്നത് എത്രയാന്ന് വെച്ചാൽ അത് പലതുള്ളി പെരുവെള്ളോന്നാണല്ലോ. ഒരു പണി അല്ല, അടുക്കുന്ന് അഭിമാന ബോധമുള്ളതുകൊണ്ട് ഞാൻ ആരോടും ഇത് പറയാറില്ല. എന്നാൽ ഉങ്ങളോടായോണ്ട് പറയാ. കുടുംബത്തൊരാഴ്ച തീ പുകഞ്ഞിട്ടില്ല. ഒരു തീപ്പെട്ടി വാങ്ങി കത്തിച്ചൂടനെയോ? തീ കത്തിയാ മാത്രം പോരാലോ മൂസ, അടുപ്പത്ത് വെക്കാൻ അരി വേണ്ടേ? മുഴു പട്ടിണിയാ. ബിരിയാണി കണ്ട കാലം മറന്ന്. ഏടുന്ന് മൂക്കറ്റ് തട്ടിക്കണല്ലോ, വയറ്റിന്ന് മറുപടി വരുന്നു. ഗ്യാസാ മോനെ, ഗ്യാസ്. നമ്മളെ വയറ്റില് പൈപ്പിട്ട 1 മാസം അടുപ്പ് കത്തിക്ക. ഭക്ഷണം ചെല്ലാത്തടത്തൊക്കെ ഗ്യാസ് നിറഞ്ഞിരിക്കുക. അല്ല, ഇങ്ങക്കിപ്പോ അരി വാങ്ങാൻ തന്നല്ലോ 100 രൂപ, അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്ക്. അല്ല, ഇന്ന് മീൻ വിറ്റിട്ട് മൂസക്ക് എത്ര രൂപ കിട്ടി? 1200. പടച്ചോനെ, അപ്പൊ മൂസാന്റെ ഒരു ദിവസത്തെ വരുമാനം 1200. മീൻ വിറ്റ മാസം 10-35,000 രൂപയുടെ വരുമാനം. ഈ മീനെ നമ്മളെ പെരയിലെ കിണറ്റിന്ന് പിടിക്കുന്നല്ല, കടലിൽ നിന്ന് പിടിച്ചാലും കിണറ്റിന്ന് പിടിച്ചാലും മീനല്ലേ മൂസ? അതല്ലാന്ന്, കടലിന് പിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നവരോട് നമ്മൾ കായ് കൊടുത്ത് മേടിക്കുന്നതാണ്. ദിവസം 400 രൂപ ലാഭം കിട്ടിയെങ്കിൽ അതായി. മീൻ ചീഞ്ഞു പോയാൽ പൂച്ച കിട്ടുകൊടുക്കാൻ നിവൃത്തിയുള്ളൂ. എന്നാലും ദിവസം ബൈക്ക് പോകുമ്പോ ഒരു 200 രൂപ അനക്ക് എനിക്ക് തന്നൂടെ? കെട്ടിക്കാനായ 2 പെൺകുട്ടികളാ. കുയിലേക്ക് കാലിൽ നീട്ടിക്കുന്ന ഉപ്പയും ഉമ്മയും, കാല് വയ്യാണ്ട് തളർന്നു കിടക്കുന്ന കെട്ടിയോള്. ഈ ദുനിയാവില് മനുഷ്യപ്പറ്റുള്ള ഒരൊറ്റ ആള് മൂസ തന്നെയാണ്.
അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്തിട്ട് കൈ ഉണ്ടായിക്കൂടെ? ഞമ്മക്ക് മേലിറങ്ങിയ അപ്പൊ ഊരവേദന വരും, പിന്നെ വേർപ്പ്, രോമത്തിന്റെ ഓരോ കുണ്ടിൽ നിന്നും വെള്ളപ്പൊക്കം പോലെ വേർപ്പൊലിച്ച് വരിക. അതുകൊണ്ടാ നമ്മൾ അധ്വാനിക്കാത്ത. വലിയ ദേഹാധ്വാനുള്ള പണിക്കൊന്നും പോണ്ട. വല്ല പെട്ടിക്കടയോ ലോട്ടറി കച്ചവടോ അങ്ങനെ കഴിഞ്ഞുകൂടെ വകുപ്പുള്ള എന്തെങ്കിലും പൈസ കിട്ടണ പണിക്ക് പോയിക്കൂടെ? മൂസ, ഞമ്മക്ക് പ്രായം 10-50 കഴിഞ്ഞു. പലരും നമ്മൾ ഉപദേശിച്ച് നേരെയാക്കി നോക്കിയിട്ടുണ്ട്. ഓരെ കൊണ്ട് അതിന് പറ്റിയിട്ടില്ല. ഇനി മൂസയായിട്ട് അതിന് ബേർക്കണ്ട. എന്നാ പിന്നെ നമ്മള് പോട്ടെ. ഇങ്ങനെ പോലെ ഒരു 100 ഉറുപ്പിയും കൂടി ഇനി നമ്മൾ ചോദിക്കൂല. അതും കൂടി കിട്ടിയാല് ഈ നാട്ടുകാർ പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിക്കും. ഏത് മൂസ പരോപകാരിയാന്ന്. അത് നിങ്ങൾ വിശ്വസിക്കണം നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാലും ഇതാ നീ 100 ഉറുപ്പിയായിട്ട് കുറയ്ക്കണ്ട. അതുകൂടി വെച്ചോ. 200 ഉറുപ്പിയായില്ലേ? ഇതൊരു കുപ്പി ഓർലിസിനല്ലേ ഉള്ളു മൂസ. നോക്ക്, 5-6 കിലോ അരി വാങ്ങാനുള്ള കൈ ഉണ്ടത്. ഒരാഴ്ച കഞ്ഞി വെച്ച് കുടിക്കാം. നാട്ടുകാർ പറയുന്നത് ഉള്ള തന്നെയാട്ടോ. എന്ത് മനുഷ്യന്മാര് മുഴുവൻ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഇക്കാലത്ത് മറ്റുള്ളവരെ കണ്ണീര് കാണുന്നവനാ മൂസാ. ഇനി മൂസാന്റെ പുരയിൽ വന്ന് ഒരു ചായ കുടിക്കും, കെട്ടിയോളെയും കുട്ടികളെയും കണ്ടൊന്ന് അനുഗ്രഹിക്കണം. ആ ഞമ്മള് പോരട്ടെ. അല്ലല്ല, ഞമ്മളിപ്പോ പെരയിലേക്കല്ല, നമ്മൾ ടൗണിലേക്കാ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാ. എന്നാ പിന്നെ നാളെ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ. MIT Musa, MIT Musa, MIT Musa, MIT Musa. ഇയാൾ ഇവിടെ എത്തി. അല്ല, ഇങ്ങനെ ഒരു കുടുംബക്കാരനുണ്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് പറഞ്ഞില്ലേലോ? കുടുംബക്കാരനോ? ആര്? ഈ ആലിക്കോല എന്തേനു ആലിക്കോയക്കാരി കൊണ്ടോട്ടിയിലെ നിങ്ങളെ ഉമ്മച്ചീന്റെ അനിയത്തിന്റെ കെട്ടിയോന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ ആരായി നിങ്ങൾ എന്തൊക്കെ അല്ല പറഞ്ഞു വന്ന അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു ബന്ധമുള്ളവരോ ഞമ്മക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങൾക്കൊക്കെ എന്ത് വില. ഞാനും കെട്ടിയോളും കുട്ടികളും എന്ന് പറഞ്ഞ് ലോകത്തെ പുറത്താക്കി പെരേക്കാരി ബാതിലടച്ച് കിടന്ന എന്ത് ബന്ധു എന്ത് ബന്ധങ്ങള്. അല്ല നിങ്ങൾ നമ്മൾ ആരാന്നാ പറഞ്ഞേ? ഏത് വകയില നിങ്ങൾ നമ്മളെ ബന്ധുവാണ്? ഇന്റെ മൂസ, ഈ ലോകം മുഴുവൻ ബന്ധുക്കളാണല്ലോ. നിങ്ങളെ ബാലേട്ടൻ പറഞ്ഞതുപോലെ വാസുദേവ കുടുംബഹ. അങ്ങനെ നോക്കുമ്പോ നമ്മളെല്ലാരും കുടുംബക്കാരാണല്ല. നമ്മൾ അന്യോന്യം പരസ്പരം സഹായിച്ചു കൊണ്ടേ ഇരിക്കണം. എന്തൊക്കെയാ മോളെ ഇയാൾക്ക് എടുത്തു കൊടുത്ത്? അത് കുറച്ച് തുണിത്തരങ്ങളൊപ്പാ. എന്റെ പ്രായത്തിലുള്ള 2 പെൺകുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ കുറച്ച് നല്ല തുണിത്തരങ്ങൾ തരാം മൂസ പറഞ്ഞിക്കീന്ന് പറഞ്ഞപ്പോ മോള് എടുത്തു തന്നു. പരോപകാരിയായ മൂസന്റെ ഉപകാരിയായ മോള്. നിങ്ങൾ ഭാഗ്യം ചെയ്തോ തന്നെയാ മൂസ. ഞമ്മളങ്ങനെ തുണി എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ മോളെ. പറഞ്ഞില്ലേലെന്താ, മൂസാന്റെ മനസ്സിലുണ്ടല്ലോ ഞമ്മക്ക് തന്നൊന്നും പോരാന്ന്. പലരും പലതും പറഞ്ഞിട്ടല്ല മൂസ ചെയ്യ. ഇനിയിപ്പൊ മൂസ പറഞ്ഞില്ലേലും ഈ പോരക്കാരെന്തും ഞമ്മക്ക് എടുത്തു തരൂലേ. അതല്ലേ MIT മൂസാന്റെ കുടുംബ പാരമ്പര്യോ. പഠിച്ചോനെ റിസ്വാൻ ടൂറിന് പോകുമ്പോ കൊണ്ടോണ ബാഗല്ലേ ഇത്? 1000 ഉറുപ്പിക എടുത്ത് വെച്ച് ബാഗ് എടുപ്പാത്തു. അത് ഇനി അതായിട്ട് ഇദ്ദേഹത്തിനെ കൊടുക്കാൻ നിൽക്കണേ. അല്ല ചെക്കൻ എവിടെങ്കിലും പോണെങ്കിൽ ഞമ്മളോട് പറഞ്ഞാ മതി, നമ്മൾ വേഗം അപ്പ തിരിച്ചുകൊണ്ട് തരാം. ആ ഞമ്മളെ ഫോൺ നമ്പർ വേണേ വെച്ചോ, 929871517. പിന്നെ അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു നമ്പർ വലിയ വലിയ 2, 3, 4 സിമ്മുള്ള മൊബൈലൊക്കെ കൊണ്ട് നടക്കണേ. 5 പൈസക്ക് ഗതിയില്ലാത്തോലി. നമ്പർ വേണ്ടേ വേണ്ട. എന്നാ ഞമ്മൾ ഇറങ്ങട്ടെ, വീണ്ടും വരാ. അങ്ങനെ ഇങ്ങോട്ട് വരകണ്ട. വരാല് വരക്കണമാരും കൂടി വരകി പോയിക്കണേ. സത്യം പറയ്, എന്താ നിങ്ങൾ ഉദ്ദേശം? എന്തുദ്ദേശം? തേങ്ങപ്പിണ്ണാക്ക് ദാനധർമ്മങ്ങൾ നടത്താൻ മാത്രം നിങ്ങൾ ആരാണി? അംബാനിന്റെ ചെറിയ മോനാണോ? നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പത്തുവോ അതിലിങ്ങനെ നമ്മളെ വീക്ക്നെസ്സിനെ മൊയിലാക്കി ചില ഇത്തിക്കനകൾ കയറി വരൂ. അതിനിപ്പോ നമ്മളെന്താ കാട്ടുക? ഇന്നത്തോട് അവസാനിപ്പിക്കണം നിങ്ങൾ ഈ പരോപകാരം. അല്ലെങ്കിൽ ഈ ഇത്തൽ കണ്ണികള് പ്ലാവുമ്മലും മാവുമ്മലും ഒക്കെ കേറിയിട്ട് ആൾക്ക് നിലം പത്തിന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മളെ കാര്യങ്ങളും.